ഒടുങ്ങൽ അങ്ങനെ ആയിരിക്കും. മുസ്ലിമീങ്ങളെ പെണ്ണുങ്ങളെ കണ്ണീരപ്പാൻ വേണ്ടിയിട്ടാണ് മൂപ്പരെ ഇറങ്ങിയത്, ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അയിമന്നൊക്കെ ട്രാക്ക് മാറിയിട്ട് ഇപ്പൊ എവിടുക്കെത്തിന്ന് വെച്ചാൽ എല്ലാരെയാണ് കണ്ണീരിലാക്കി. മരിക്കണ്, ആത്മഹത്യ ചെയ്യണ്, തളർന്നു വീണ്, രോഗത്തിന് ട്രീറ്റ്മെന്റ് ഇല്ലാതാവണ നവജാത ശിശു, ഒരു ചെറിയ പൈതല്, ആ പൈതലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടിവന്നു. ഡോക്ടർ പറഞ്ഞു പുതിയ നോട്ടുണ്ടോന്ന് ചോദിച്ച്. ഡോക്ടർ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് പുതിയ നോട്ടുണ്ടോന്ന് ചോദിച്ച്. അത് കിട്ടിയില്ല പറഞ്ഞു. എന്നാ കൊണ്ടേക്കോന്ന് പറഞ്ഞു. കുട്ടി മരിച്ചു. ആ കുടുംബമൊക്കെ കണ്ണീരിലല്ലേ? പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? കള്ളപ്പണം എന്നാ പറയുന്നത്? കള്ളനോട്ടിന്റെ ആളുകൾ ആ ബിനാമികൾക്കൊക്കെ ആദ്യം മുന്നറിയിപ്പ് കൊടുത്തുകണ്, നോട്ട് പിൻവലിക്കാൻ പോകണമെന്ന്. അങ്ങനെ കള്ളത്തരത്തിന്റെ മുഴുവൻ ആളുകൾ രക്ഷപ്പെട്ടു. പിന്നെ കുടുങ്ങണതാരാണ്? പട്ടിണിപ്പാവങ്ങൾ. ഓലെ ₹100 പോലും കള്ളനോട്ടില്ലേനും. എവിടേക്കൊക്കെ പോകുന്നത് എന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ദുരൂഹതക്ക് ആക്കം കൂടുന്നുണ്ട്, ഊക്ക് കൂടുന്നുണ്ട്. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമുക്കെല്ലാവർക്കും വലിയ പ്രയാസമായി. ഇപ്പൊ എല്ലാ പള്ളിയിലും സുബഹിസ്കരിക്കാൻ ചെറുപ്പക്കാരെന്ന് അറിഞ്ഞിട്ടുണ്ട്, തീരെ വരാത്തവരൊക്കെ. കാരണം എന്താ? അത് കഴിഞ്ഞ ഉടനെ ബാങ്കിൽ ക്യൂ നിൽക്കാൻ പോവാണ്. കറുകത്തിരുത്തിയൊരു വർത്താനല്ല ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഞാൻ പല ഇമാമിങ്ങളോട് അന്വേഷിച്ചപ്പോ സുബഹിക്ക് ഇപ്പൊ സഫിൽ നിൽക്കാൻ തയ്യണില്ല എന്ന് പറഞ്ഞു. എന്തിയാന്ന് വെച്ച്, ഞാൻ അവിടെ കിടന്നാ ഉറങ്ങും, പക്ഷെ പള്ളിയിൽ കണ്ടെന്നാ പിന്നെ അങ്ങോട്ട് പോവാ. അങ്ങനെ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽക്കാണ്. ഇപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞു എനിക്ക് പണി ബാങ്കിലാന്നാ പറഞ്ഞു. എല്ലാവർക്കും പണി ബാങ്കിലാണ്. എന്താ പണി? മുറ്റത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുക. 5-8 മണിക്കൂർ എന്നാ കിട്ടണത്. ഇതുവരെ 4000 ഇരുന്ന് 4500 ആക്കാന്ന് പറഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ 2000 ആക്കി ചുരുക്കി. നോക്കാണ് നിങ്ങളൊരവസ്ഥ. 4000 തന്നോണ്ടിരിക്കാം, എന്നിട്ടൊരു സന്തോഷ വാർത്ത 500 കൂടി കൂട്ടിത്തരാൻ ഉദ്ദേശിക്കണെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോ പകുതി കൊണ്ട് പൊട്ടിച്ചിട്ടാണ് ഞാൻ 2000 ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ ദുരിതം എന്താണ്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ ദുരിതം തന്നെയാണ്. പക്ഷെ ശാരീരികമായിട്ട് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായപ്പോഴേക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞാൽ തീരാത്തതാണ്. ശാരീരികമായ പ്രയാസം. ശരീരം ഒരു അത്ഭുത സൃഷ്ടിയാണല്ലോ. ശരീരത്തിന്റെ നാഡീവ്യൂഹങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ, തലച്ചോറിനെ കുറിച്ച് വായിച്ചു നോക്കൂ. ഈ തലച്ചോറില് ഒരഭിപ്രായത്തിൽ 10,000 കോടി സെല്ലുകളാണ്. 10,000 അല്ല, 10,000 അല്ല, പിന്നെ 10,000 കോടി സെല്ലുകൾ ഇതിന്റെ ഉള്ളില്. തർക്കമില്ലാത്ത അഭിപ്രായത്തിൽ 3,000 കോടി സെല്ലുകൾ. തർക്കമില്ലാത്ത, അതിൽ തർക്കമില്ല. എന്നാൽ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു തലച്ചോറിൽ 10,000 കോടി ഉണ്ട് എന്നാ പറഞ്ഞത്. 10,000 കോടി ആകെ ഒരു കൈപ്പിടുത്തത്തിൽ ഒതുങ്ങും ഈ സാധനം. ഇത്ര പോകുന്ന ഒരു മാംസകഷ്ണം, അതിന്റെ ഉള്ളിൽ 10,000 കോടി. നിങ്ങൾ വിശ്വസിക്കുവോ? വിശ്വസിക്കല്ല, നിവൃത്തില്ല. കാരണം എന്താണ്? അത് പറയേണ്ട ഇമാമിങ്ങളാണ് പറഞ്ഞു. അതന്നെ അത് പറയേണ്ട ഇമാമിങ്ങൾ ആരാണോ ഓലാണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ വിശ്വസിക്കാം. നാഡീവ്യൂഹത്തെ കുറിച്ച് പറയേണ്ട ഇമാമിങ്ങൾ പറഞ്ഞു, നമ്മൾ വിശ്വസിക്കാം. നരമ്പുകളെ കുറിച്ച്, നരമ്പിലെ നാരുകളെ കുറിച്ച്, നാഡീവ്യൂഹങ്ങളെ കുറിച്ച്, കൈകാലുകളെ കുറിച്ച്, കിഡ്നിയെ കുറിച്ച്, ഹാർട്ടിനെ കുറിച്ച്, രക്തത്തെ കുറിച്ച് എല്ലാം അതുമായി ബന്ധപ്പെട്ട ആലിമ്യങ്ങൾ പറഞ്ഞു. നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ അത്ഭുത സൃഷ്ടിയാകുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ ആ വാക്ക് നേരെ ചൊവ്വേ തന്ന് പറക്കുന്നത് ഈ ഭൂമിയിലല്ല, കേവലമായ മാംസപിണ്ഡമായ തലച്ചോറിലല്ല, മറിച്ച് ആത്മാവിലാണ്. മനുഷ്യൻ എന്ന വാക്ക് നേരെ പോയി തറക്കുന്നത് ആത്മാവിലാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ നമ്മൾ പറയലുണ്ട് ഓം പോയി എന്ന്, അല്ലേ? സത്യത്തിൽ നമ്മൾ മരിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട എന്നോട് പറയലുണ്ട്. ഇന്നാളെ ഒരു ആചാര്യ മരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, അയാൾ 5 വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ കാക്ക പോയി എന്ന് പറഞ്ഞു. കാക്ക മുമ്പിലേക്ക് കിടക്കുന്നുണ്ട്, കാക്ക മുന്നിലേക്ക് കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ പോയി എന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? പിന്നെ എന്താണ് ഈ പോയി എന്ന് പറഞ്ഞത്? കാതറാജി പോയി എന്ന് പറഞ്ഞ എന്താ? ആത്മാവ് പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ബോഡിക്ക് വില കൊടുക്കൂല. അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഉസ്താദാണെങ്കിലും ശിഷ്യനാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും പ്രബന്ധകാരനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും MP ആണെങ്കിലും MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും രാജനാണെങ്കിലോ റൂഹ് പോയാൽ തൊഴിലാളിക്കും മുതലാളിക്കും ഒരേ പേരാണ്, മയ്യിത്താണ്.
പിന്നെ മയ്യിത്താണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയും മയ്യിത്തെടുക്ക, പുതിയാപ്പിള ഇറങ്ങിയെന്ന് പറയില്ല. ഭാര്യ മരിച്ചാൽ ഭർത്താവ് പറയും 2 മണിക്ക് മയ്യിത്തെടുക്കുന്നു, 2 മണിക്ക് എന്റെ പെണ്ണുങ്ങളെ ഇറങ്ങുന്നു പറയില്ല. അതൊക്കെ കഴിഞ്ഞു. ഉസ്താദ് മരിച്ചാൽ ശിഷ്യൻ പറയും 2:30 മയ്യിത്തെടുക്കുന്ന പറയും. കാരണം 2:30 ഉസ്താദ് ഇറങ്ങിയല്ല, മയ്യിത്താണ്. റൂഹാണ് മനുഷ്യന്. ഈ ശരീരത്തിന്റെ അത്ഭുതം തന്നെ മനുഷ്യനെ ഞെട്ടിക്കുന്നതാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, നബിയുനാ മുഹമ്മദ് മുസ്തഫ. എങ്കിൽ ആത്മാവിന്റെ അത്ഭുതം എന്താണ്? കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, മരണം എന്നതിന്റെ മരണമെന്ന് പറഞ്ഞാൽ കുഫാറ് പറയാറുണ്ട്, പല അവിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് മരണത്തോടെ ജീവിതം കഴിഞ്ഞു. എന്നാൽ മുസ്ലിമീങ്ങളിൽ പലരും വായ കൊണ്ടത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെയാണ് അവരുടെ വാദഗതികളൊക്കെ. പൊന്നുമോനെ, ദീന് പഠിക്കാതെ ഫേസ്ബുക്കിൽ കയറി പൊലമ്പല്ല, വാട്സപ്പിൽ ആളാകല്ല, ആളാകാൻ വലാലത്ത് വളർത്തല്ല, ഔലിയാക്കളെ പ്രതിക്കൂട്ടിനാക്കല്ല. മരണമെന്ന് പറഞ്ഞാൽ കേട്ടോ, നീ കിതാബ് പഠിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഡെഫിനിഷൻ നീ കേട്ടോ. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോകുന്നതിനാണ് മരണമെന്ന് പറയുന്നത്, ജീവിതത്തിന്റെ അവസാനമല്ല. ജീവിതത്തിന്റെ അവസാനമല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കാണ്. ശരീരത്തിനുള്ളിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പോവുക, അതിനാണ് മരണം എന്ന് പറയാം. റൂഹ് അങ്ങോട്ട് പോയാൽ എന്താ? ശരീരം ഒരു പക്ഷേ നശിക്കും. കാരണം ഈ ശരീരം എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ പിച്ചളുണ്ട്, ചെമ്പുണ്ട്, നീരുണ്ട്, ചോരുണ്ട്, വെള്ളമുണ്ട്. ഇത് മണ്ണ് കൊണ്ടുവച്ചാൽ ചെമ്പ് ചെമ്പായി പോവും, പിച്ചളായി പോവും, ഇരുമ്പായി പോവും, വെള്ളായി പോവും, പിന്നെ 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 ഒക്കെ പോവും. പക്ഷെ പോവാത്തൊരു സാധനം ഉണ്ട്, റൂഹാണ്. അത് പോവില്ല, നശിക്കൂല. റൂഹ് നശിക്കൂല. ഔലിയാക്കളെ മഹത്വം ശരീരത്തിന്റെ മഹത്വമല്ല. നമ്മൾ ഒരുപാട് ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാ. ഇത് ഞാൻ പറയുന്നത് ഔലിയാക്കളെ വിശ്വസിക്കുന്നവരാടാ. അല്ലാത്തവരോട് ജുമാന്റെ ശേഷം ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഔലിയാക്കളിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. ഔലിയാക്കളുടെ കറാമത്ത് ബോഡിയുടേതല്ല. നമ്മളിപ്പോ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ബഹുമാനപ്പെട്ട കേരളത്തിൽ തർക്കമില്ലാത്ത പാണ്ഡിത്യം കൊണ്ടും ഇബാദത്ത് കൊണ്ടും സൂക്ഷ്മത കൊണ്ടും മാരിഫത്ത് കൊണ്ടും തർക്കമില്ലാത്ത ഒരു മഹാപണ്ഡിതനാണ്, വലിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്ന് മാത്രമല്ല, ഒരുപാട് മശായിഖ്മാരുടെ ഔലിയാക്കളുടെ ഉസ്താദാണ് വലിയുള്ളാഹി ശംസുൽ ഉലമ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ ശംസുലമനെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാ? ഭയങ്കര കരാട്ടക്കാരനാണെന്നുള്ളതുകൊണ്ടാ. ഓ, ശംസുലമ ഭയങ്കര കളറിയായിരുന്നു, ശംസുലമന്റെ മസിൽ ഭയങ്കര ചാടിയിട്ടായിരുന്നു, അതുകൊണ്ടപ്പോ ബഹുമാനിക്കണത് അല്ല. ശംസുലമന്റെ റൂഹിന്റെ പവറാടോ. റൂഹിന് നാശല്ല. ഔലിയാക്കളുടെ കറാമത്ത് വഫാത്തോടെ മുറിയില്ല. കിതാബൊക്കെ നോക്ക്, ഔലിയാക്കളെ കറാമത്ത് വഫാത്തോടെ മുറിയൂല. എന്തുകൊണ്ട്? കറാമത്ത് റൂഹുമായി ടച്ചുള്ളതാണ്. റൂഹിന് നാശമില്ല. സത്യത്തിൽ അവർ സ്വതന്ത്രരാകുന്നത് മരണത്തോടെയാണ്. അവർക്ക് ദുനിയാവ് തടവറയിൽ നിന്ന് വഫാത്തോടെ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ സ്വതന്ത്രമായ സുഖവാസ കേന്ദ്രത്തിലേക്ക് സടകുടഞ്ഞ് നിൽക്കുകയാണ്, രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് എന്താ നേട്ടം എന്നറിയോ? വഫാത്തിന് ശേഷം നമ്മെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് കഴിയും, സഹായിക്കാൻ അവർക്ക് കഴിയും. എത്രയോ ചരിത്രങ്ങൾ ഇതിന് തെളിവാണ്. സ്വഹാബാക്കളൊക്കെ ഈ വിശ്വാസത്തിലായിരുന്നു. മഹാനരായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി റബീഉൽ അവ്വൽ ആവാൻ സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആഴ്ച മുതൽ എന്റെ പ്രസംഗം അടുത്ത വെള്ളിയാഴ്ചയിൽ ഞാൻ അബൂദാബിയിൽ ഒരു പ്രഭാഷണത്തിന് പോവുകയാണ്. ഉടനെ തന്നെ ആ പ്രഭാഷണം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തും. തൗഫീഖില്ല. പിന്നെ വരുന്ന വെള്ളിയാഴ്ച മുതൽ റബീഉൽ അവ്വലായി എന്റെ പ്രസംഗം മദ്ഹുൻ നബി തന്നെ. റബ്ബേ, നീ അവസരം നൽകണേ അല്ലാഹ്. ആ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോ അവിടുത്തെ സ്വാഹിബായ, അവിടുത്തെ വലങ്കയ്യായ
നബിയുടെ സറഫാക്കപ്പെട്ട ശരീരത്തിന്റെ അരികിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനോട് സംസാരിക്കുകയാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, നബിയെ, ദുനിയാവിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹുവോട് അങ്ങ് ദുആ ചെയ്തിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര പോവുകയല്ലോ. അതുകൊണ്ട് ഈ സിദ്ദീഖിന് അവസാനമായി ഈ ഹയാത്തിൽ വെച്ചുകൊണ്ട് അങ്ങയോട് ഖബറിലേക്ക് പോകുന്നതിന് മുമ്പേ ഏൽപ്പിക്കാനുള്ളത്, നാളെ പരലോകത്ത് റബ്ബിന്റെ അരികില് ഞങ്ങളെ ഒന്ന് ഓർക്കണേ നബിയേ. വഫാത്തായി കിടക്കുന്ന മുസ്തഫ നബിയോട് അവിടുത്തെ നിഴലായ സിദ്ദീഖ് പറഞ്ഞു എന്ന്. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാ ഇസ്ലാമിന്റെ പ്രൂഫ് എന്നാണ് ആ വാക്കിനർത്ഥം. ഇമാം ഗസ്സാലിക്ക് ഈ വാക്കിട്ടത്, ഈ പേരിട്ടത് ഞാനല്ല. കിതാബ് തെരിയുന്ന ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപാഠമാക്കിയ ഇമാമികളാണെന്ന് മറക്കണ്ട. അങ്ങനെ ദീനിന്റെ നിയമവും തെളിവും പറയാൻ അർഹതയുള്ള വലിയ പണ്ഡിതനായ ഗസ്സാലി ഇമാമാണ് ഇത് രേഖപ്പെടുത്തിയത്. നീ മറക്കണ്ട. ആ സിദ്ദീഖുൽ അക്ബർ തന്നെ തന്റെ വഫാത്ത് സമയത്ത് അസ്ഹാബാക്കളോട് വസിയത്ത് ചെയ്യുകയാണ്, ഞാൻ വഫാത്തായ എന്റെ ശരീരം റൗളക്കരികൾ മറവ് ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനോട് സമ്മതം ചോദിക്കണേ. സമ്മതം തന്നാൽ മറവ് ചെയ്താൽ മതി എന്ന് സിദ്ദീഖ് ധൈര്യത്തോടെ പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശ്വാസം എന്താണ്? മൗത്തായ വഫാത്തായ റസൂലുള്ളാഹി പറഞ്ഞാൽ കേൾക്കൂ, സഹായം തേടിയാണ് നൽകുന്നതാണ് എന്നല്ലോ. ഇത് എവിടെയാണ് മുസ്ലിയാരെ ഉള്ളത് എന്നാണ് നീ ചോദിച്ചതെങ്കിൽ ഇമാം റാസിയുടെ സൂറത്തുൽ കഹ്ഫ് കിതാബ് തിരിയുന്ന ആളുകളെ തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയാം, കിതാബ് വേണോ പുറത്തൊന്നും കേൾക്കണ്ടല്ലോ. ഇമാം റാസിയുടെ സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് പറഞ്ഞ പേജ് എടുത്ത് നോക്ക്, ഈ ചരിത്രം കാണാം. റാസി ഇമാം ആരാ? കിതാബ് തിരിയാത്ത ആളാ, ദീന് പഠിക്കാത്ത ആളാ. അവരൊക്കെ ആരാ? നീ ആരാ, ഞാനാരാ, അവരാരാ? ദീൻ എന്താന്ന് പറയാൻ അറിയാതുള്ള ആളുകളല്ല അവരെ രേഖപ്പെടുത്തിയത്. എന്നിട്ട് നമ്മൾ അതിനെതിരെ കൊഞ്ഞനം കാണിക്കേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് ചോദിക്കണം. സഹാബാക്കൾ സിദ്ദീഖിന്റെ ഷറഫാക്കപ്പെട്ട ജനാസ താഴ്ചിട്ട് വെച്ചു, നബിയെ, ഞങ്ങൾ സിദ്ദീഖിനേറ്റ് വന്നതാണ്, തീരുമാനം പറയുന്നത്. ഖബറിന്റെ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് അങ്ങോട്ട് ചേർത്തി വെച്ചാളി. ഇതാ നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനെ കൊഞ്ഞനം കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നു, കിതാബിലില്ല എന്ന് പറയും. കിതാബ് എടുത്ത് വരും ഞാൻ, നിന്റെ പള്ളിന്റെ മോന്തായത്തിൽ ഒന്ന് പ്രസംഗിക്കും കിതാബ് എടുത്തിട്ട്. ധൈര്യം ഉണ്ടോ പറയാൻ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? വഫാത്തോടുകൂടി അമ്പിയാക്കളെ ഔലിയാക്കളെയും പവർ കഴിഞ്ഞു നാൻ. വഫാത്തോടുകൂടി അമ്പിയാക്കളെ ഔലിയാക്കളെയും പവർ കഴിഞ്ഞു നാ. ഇത് വിശ്വസിക്കുന്ന നീ എന്തിനാണ് വലാലത്ത് പോയി ചാടുന്നത്? ആളാൻ വേണ്ടി ഫേസ്ബുക്കുകാരില്ല പരിപാടിക്ക് വിളിച്ചിട്ട് വരാൻ പറ്റാത്തതിന് ഇങ്ങനെയാണോ പണക്കം തീർക്കല്? മുഴുവൻ ആളുകൾ മനസ്സിലാക്കണം ഈ കാര്യം. ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരാൻ പറ്റാത്തതിന് ഇങ്ങനെയാ പണക്കം തീർക്കല്? അതുകൊണ്ട് ചിന്തിക്കണേ, ഇത് കളിക്കേണ്ട വിഷയമല്ല. ഞാൻ എന്താ ഇത് പറയാൻ കാണുന്നറിയോ? ഞാൻ പല പ്രസംഗത്തിൽ ഔലിയാക്കളെ ചർച്ച ചെയ്യുന്ന ആളാണ്. ആ കൂട്ടത്തിൽ ഞാൻ 5 കൊല്ലം മുമ്പ് പ്രസംഗിച്ചൊരു പ്രസംഗം, 5 കൊല്ലം മുമ്പ്, മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയെ കുറിച്ച്. അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ അഡ്രസ് ഇല്ലാതെ പറഞ്ഞല്ല, അഡ്രസ് ഇല്ലാതെ ഫുട്പാത്തിൽ മരുന്ന് വാങ്ങുന്നതും കമ്പനി പോയി വാങ്ങുന്നതും രണ്ടാണ്. ഫുട്പാത്തിൽ കൊടുക്കുന്ന മരുന്നിനെ കുറിച്ച് ഞങ്ങൾ തർക്കിക്കലുണ്ട്. ഇത് കമ്പനിന്ന് നേരെ തരിക, അഡ്രസ് ഇല്ലാതെ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞു, സ്വപ്നം കണ്ടു, ആര് കണ്ടു, മുണ്ടാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കണ്ടു, എവിടെ കണ്ടു, ആര് കണ്ടു, എപ്പ കണ്ടു, എങ്ങനെ കണ്ടു, കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ധൈര്യം ഉണ്ടോ എനിക്ക് ചോദിക്കാൻ? പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന സഹോദരിയുടെ വീട്ടിലാണത്. അവര് ശംസുലമയുടെ പേരിൽ ഫാത്തി യാസീൻ ഓതി ഒരു പ്രത്യേകമായ അപകടത്തിൽ നിന്ന് സന്തോഷകരമായി മഹാന്മാരായ സമസ്തയുടെ സമുന്നതരായ ഔലിയാക്കളാ നേതാക്കൾ അവരെ രക്ഷപ്പെടുത്തി. ഞാൻ കണക്കിന് പറഞ്ഞില്ലേ, അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചില്ലേ? നീ എന്തിനാ ഈ കൈയോണ്ട് പൊട്ടിക്കാൻ മാങ്ങണ്ടാവുമ്പോ എന്തിനാ തോട്ടിയെടുക്കണം? കൈയോണ്ട് പൊട്ടിക്കാൻ മാങ്ങണ്ടാവുമ്പോ തോട്ടിയെടുക്കണം. ഈ പൊന്നാനിയിലും കുണ്ടടത്തും ഈ കുളത്തിന്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ സഹോദരിയോടൊന്ന് പോയി ചോദിച്ചോ പോരെ, എന്തിനാ ഫേസ്ബുക്ക് അറിയിട്ട് അബുദാബിക്കൊന്ന് ഉപയോഗിക്കാൻ വിടുന്നത്? ഞാൻ വിടല്ലേ?
ഞാൻ പറഞ്ഞ സഹോദരി നിങ്ങളുടെ നാട്ടിലില്ലേ? നിങ്ങൾക്ക് അവിടെ ഒന്ന് പോയി അന്വേഷിച്ചൂടെ? എന്നിട്ട് ഒരു കളവാന്ന് പറയട്ടെ, പിറ്റത്തെ വെള്ളിയാഴ്ച ഞാൻ ഇവിടുന്ന് രാജിവെക്കും. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പിറ്റത്തെ വെള്ളിയാഴ്ച അവിടുന്ന് രാജിവെക്കും. അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് വെറുതെ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഖൈറിനെ കുറെ ഉപയോഗപ്പെടുത്താം, ഈമാൻ കാളെ ഉപയോഗപ്പെടുത്തരുത്. ഇത് വിശ്വസിക്കുന്നവരോടെ ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നവർ ഫിത്തന ഉണ്ടാക്കല്ലേ, മറ്റുള്ളവർക്ക് ലലാലത്ത് അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ അല്ല എന്ന് ഞാൻ എന്താ പറയുന്നത്? ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഫിത്തന ഉണ്ടാക്കുക. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് റൂഹിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല, അതിനാണ് ഞാൻ ഇവിടെ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയത്. വന്നാസിആതി ഗർഖാ വന്നാശിഫാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, ഇമാം വസ്സാലി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. ഫൽമുദബ്ബിറാതി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞാൽ അത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ അർവാഹുകളാണ്. എന്തേത്? മഹാന്മാരെ റൂഹുകൾക്ക് നിയന്ത്രണ കഴിവുണ്ട് എന്നാണ് തഫ്സീർ പറയുന്നത്. നീ അത് വായിച്ചിട്ടുണ്ടോ? നിനക്ക് അത് മനസ്സിലാവോ? പറഞ്ഞാല് ആവശ്യമില്ലാത്ത ഗ്രൗണ്ടിൽ കളിക്കല്ല ചെറുപ്പക്കാരാ. നിന്റെ ഫീൽഡിൽ ഇനി കളിക്ക്. ലലാലത്ത് പറഞ്ഞിട്ട് ഈമാൻ കളയല്ലേ, നിന്റെ ഫീൽഡിൽ കളിച്ചോ. അപ്പൊ അതുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. നീ ഹദീസ് വേണോ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുകയാണ്, ഇത് താഴെ സൃഷ്ടികൾക്ക് മേലെ സൃഷ്ടികളോട് സഹായപ്പെടാനുള്ള വാക്കാണ്. അപ്പൊ നേരെ ഉന്നത സൃഷ്ടികൾ, അവരോട് താഴെ സൃഷ്ടികൾ. കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞ ഒന്നാമത്തെ കലിമത്ത് കലിമത്തുല്ലാഹ് ഈസാ. കലിമത്തുല്ലാഹ് ഈസാ. അവരടങ്ങിയ മഹാന്മാരോട് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണേ എന്ന് പറയാം എന്ന് ഈ വാക്ക് പഠിപ്പിക്കുന്നു, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി സംഭവങ്ങൾ എനിക്കറിയണോ? സാമ്പിൾ ഞാൻ പറയാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അർ-റൂഹ് എന്നൊരു കിതാബുണ്ട്, അത് എടുത്തു നോക്ക്. മരിച്ചുപോയ ആളുകൾ വന്നതും ആത്മാവുകൾ വന്നതും സംശയത്തിന് മറുപടി പറഞ്ഞതും കാണാതായ മണിപ്പേഴ്സ് എത്തിച്ചു കൊടുക്കുന്നതും ഡസൻ കണക്കിന് കിതാബിന് വേണോ? ഇമാം സുയൂത്തിയുടെ ശറഹ് സുദൂർ എടുത്തു നോക്ക്. അതൊക്കെ കൂടി ജുമാന്റെ ശേഷം പ്രസംഗിക്കാൻ പറ്റോ? വേണമെങ്കിൽ ഞാൻ വന്നിട്ട് ധൈര്യമായിട്ട് കിതാബ് വെച്ച് പ്രസംഗിച്ചരാം. ഒന്നോ രണ്ടല്ല, 100,000 കാര്യങ്ങൾ. ഇതൊന്നും പഠിക്കാതെ അങ്ങനൊക്കെ സംഭവിക്കും. ശംസുൽമ ആരാന്ന് നീ കരുതിയത്? ആരാ ശംസുൽമ എന്ന് നീ കരുതിയത്? നിനക്ക് ജീവിച്ചിരിക്കുന്ന ആളെ വേണോ? ഇതാ ഞാൻ പറഞ്ഞതിന് അഡ്രസ് ഞാൻ പറഞ്ഞു. ശംസുൽമന്റെ വഫാത്തിന് ശേഷം സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതകാലത്ത് സംഭവിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഫാത്തിന് ശേഷം സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും കൃത്യമായ അഡ്രസ്സോടുകൂടി ഞാൻ പറഞ്ഞത്. 2 കാര്യം പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, തൃശൂർ ജില്ലയിലെ ചെറുവാളൂർ ഉസ്താദ്. ആ ചെറുവാളൂർ ഉസ്താദിന്റെ മാരകമായിട്ടുള്ള ഒരു അസുഖം മഹാനായ ശംസുൽമയോട് പോയി പറഞ്ഞു. ശംസുൽമ ഡോക്ടർമാരൊക്കെ പറഞ്ഞു അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർമാരൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ നേരെ ചെറുവാളൂർ ഉസ്താദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ തൃശൂർ ജില്ലയിൽ പല പരിപാടിയിലും പങ്കെടുക്കുമ്പോ എന്റെ വാള് ഉദ്ഘാടനത്തിന് വരല് ചെറുവാളൂർ ഉസ്താദാണ്. അവരിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. നീ പോ, അഡ്രസ് ചെയ്യാൻ തരാ, ചോദിച്ചോക്ക്. വലിയ പണ്ഡിതനാ, സൂഫിയ, കളവ് പറയേണ്ട ആവശ്യമില്ല. മാരകമായ രോഗം, ഡോക്ടർമാരൊക്കെ പറഞ്ഞു. നേരെ ശംസുൽമിന് എടുത്തു. ശംസുൽമൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അത് ഞാന് ദാവൂദുൽ ഹക്കീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു വലിയ മഹാനായി അറിയപ്പെട്ടുകൊണ്ട് പലരും പോയി സിയാർത്ത് ചെയ്യുന്ന കേന്ദ്രമാണ്. അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നത്. ചെറുവാൾ ഉസ്താദ് തിരിച്ചു വന്ന് കിടന്നിറങ്ങുമ്പോ സ്വപ്നം തന്നെ അഡ്രസ് ഇല്ലാതെ പറയുന്നതിനാ ഞങ്ങൾ പിടികൂടുന്നത്. അല്ലാതെ സ്വപ്നം കാതടച്ച് നിഷേധിക്കൂല. അഡ്രസ് ഇല്ലാതെ തപ്പിയാ കിട്ടുന്ന സ്വപ്നമായിരിക്കണം. എന്നാ ഓക്കെ, ഇത് തപ്പിയാ കിട്ടൂലേ? തൃശ്ശൂർ ജില്ലയല്ലേ? തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ജില്ലയല്ലേ? ചെറുവാൾ ഉസ്താദ് ഇല്ലേ? ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? മാഷറി പോണോ? നിങ്ങളെടുത്ത് പൈസ ഇല്ലേ? ഞാൻ തരാം, പോയിക്കോളി ഇന്ന് തന്നെ. ചോദിച്ചോക്കി. ഞങ്ങളെ പള്ളിയിൽ എന്നിട്ട് ജലീൽ റഹ്മാനി പറഞ്ഞാണ്. ചെറുവാൾ ഉസ്താദ് പറയട്ടെ, അത് കളവാന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച അവിടെ ഖുതുബ ഓതൂല. ഇന്ന് ഞങ്ങൾ കരുതിയത് എന്തിനും പറയണെന്നാ? ചെറുവാൾ ഉസ്താദ് കേവലം പണ്ഡിതനല്ല, സൂഫിയായ പണ്ഡിതനാണ്. പോയി ചോദിക്കുങ്ങള്. അവര് സ്വപ്നത്തിൽ വന്നു എന്ന് മാത്രമല്ല, അവരിങ്ങനെ കിടന്നിറങ്ങുമ്പോ ഇങ്ങനെ പല ആളുകളും വരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണ്.
അവര് നീച്ചപ്പോ ഇതൊരു സ്വപ്നല്ലേന്ന് കരുതി അത് തള്ളിക്കളഞ്ഞു. നോക്കുമ്പോ തുണിയിലും കുപ്പായത്തിലൊക്കെ രക്താണ്. പോയി നോക്കുമ്പോ സോക്കട് മാറും ചെയ്തിട്ടുണ്ട്. അതാണ് ശരിയായ സ്വപ്നം, അഡ്രസ്സുള്ള സ്വപ്നം, തപ്പിയ കിട്ടുന്ന സ്വപ്നം എന്ന് അതിന് പറയാം. ആളെ തപ്പിയ കിട്ടും, അനുഭവം വന്നു. ഇത് പറഞ്ഞതിന് എന്ത് കുഴപ്പമുള്ളതെന്ന്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? വേഗം ഫേസ്ബുക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും കൂടി പുതിയത് കിട്ടിക്കണി ചെറിവാൾ ഉസ്താദാണ് ആളോ എന്ന് പറഞ്ഞ പിത്ത ഉണ്ടാക്കല്ല. ബുദ്ധിയുള്ളവരും നന്മ ഉദ്ദേശിക്കുന്നവരും ചെയ്യേണ്ടത് തൃശ്ശൂർ ജില്ലയിൽ പോവുക, ചെറുവാൾ ഉസ്താദിന്റെ കേന്ദ്രത്തിലെത്തുക, കുറെ മുത്താലിമ്യങ്ങൾക്ക് ദർശനത്തി കൊടുക്കുന്ന ആളാ. എന്നിട്ട് അവിടെ പോയിട്ട് പറയാം മഗ്‌രിബിന്റെ മുമ്പ് തീരുമാനാക്കാന്ന്. ഇവിടെ ഇരിക്കണ്ട് പൈസ ഇപ്പൊ നാളെ ഒന്നും ഇവിടെ ഉണ്ടാവും, പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഇരിക്കുന്നുണ്ട്. അടുത്ത വെള്ളിയാഴ്ച മുപ്പരാ പറഞ്ഞേ കരുന്നോണേന്ന്, അടുത്ത വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിങ്ങളോട് സലാം പറഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോയിക്കൂടെ? നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യല്? എന്തെങ്കിലും പറഞ്ഞിട്ട് വിത്തന ഉണ്ടാക്കല പോയി ചെറുവാൾ സ്ഥലത്തേക്ക്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അയാളൊന്നും ജീവിച്ചിരിക്കണ്ട, അള്ളാഹുവിന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂലേ? നമ്മൾ പറഞ്ഞ സംഭവം ഇവിടെ തന്നെയല്ലോ കുട്ടികളെ. എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ? മൊയ്തുണ്ണിയാക്കാന്റെ ഭാര്യ സുലേഖ എന്ന സഹോദരി, അവർക്കുണ്ടായ അനുഭവമാണ് ഞാൻ പ്രസംഗത്ത് പറഞ്ഞത്. അവര് വഫാത്തായിട്ടില്ല, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്നുണ്ട് ഈ പള്ളിന്റെ നേരെ ബാക്കിലാണ്. ഇവിടെ നിന്നങ്ങണ്ട് കൈ വീശിയിട്ട് ഒന്നും കൂടി വീശി ആ പരന്റെ ജനൽമ തൊട്ടു. എന്നിട്ട് നിങ്ങൾ ദുബായിക്ക് വിടണം. അപ്പൊ ഈ സംഗതി ഇവിടേക്ക് പോയി അന്വേഷിച്ചൂടെ? അത് ഞാൻ പറഞ്ഞത്, കൈകൊണ്ട് പൊട്ടിക്കാൻ വാങ്ങണ്ടാകുമ്പോ തോട്ടിയെടുക്കണം. ചോദിച്ചാൽ കിട്ടുന്നതിന് എന്തിനാ ഫേസ്ബുക്കിൽ മേടുന്നത്? നിങ്ങൾക്ക് ധൈര്യം, നിങ്ങൾക്ക് അറിയാം ഇത് പൊളിയൊന്ന്. പിന്നെന്താ പിത്തിന് നിഫാക്കിന്റെ ഒരു പോക്കുകളൊക്കെ ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഒരു 3 ആഴ്ച മുമ്പ് എന്റെ മാലിൽ സംഭവിച്ചാണെന്ന്. എന്നിട്ട് ഇവരെ പണി എന്താരോ? ഇന്ന് ആ പ്രസംഗത്തിന്റെ വാക്കുകൾ ഇട്ടിട്ട് 3 ആഴ്ചയിൽ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. 5 കൊല്ലം മുമ്പുള്ള 3 ആഴ്ച ഇന്നത്തെ 3 ആഴ്ച അല്ല, അന്നത്തെ 3 ആഴ്ചയാണ്. അപ്പൊ കുറെ ആൾക്കാർ ആ ഫിത്തനന്റെ ഒപ്പം ശരി തന്നെയല്ലോ. ഈ 3 ആഴ്ചനിടയിൽ കറുകത്തിരത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. ഏത് പോലെ എന്നറിയാം? എന്റെ കല്യാണം നടന്നിട്ട് ഇപ്പൊ 10-16 കൊല്ലായി. 2000-ലാണ് എന്റെ ഓർമ്മ എന്റെ കല്യാണം നടന്നിട്ട്. അപ്പൊ അന്നൊരു അനുമോദന പ്രസംഗം, ആശംസ പ്രസംഗം ഒരാൾ നടത്തി. അയാള് പറഞ്ഞു, ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഇന്ന് വരനാവുകയാണ്. ആ ക്ലിപ്പ് ഇട്ടിട്ട് ജലീൽ റഹ്മാനി കല്യാണം കഴിച്ചു ഇന്ന് വെള്ളിയാഴ്ച. സമ്മതിക്കാൻ പറ്റുമോ? അത് 16 കൊല്ലം മുമ്പുള്ള വരനായ കഥയാണ് പറഞ്ഞത്, അല്ലാതെ രണ്ടാമത്തെ പെണ്ണിന്റെ കഥ അല്ല. ഇപ്പൊ ഫൈസിന്റെ അനുമോദന പ്രസംഗം അന്നത്തെ എടുക്കും. നിങ്ങൾ എന്താ കല്യാണം കഴിച്ചേ? ആദ്യത്തെ പറഞ്ഞ, ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെ ഇല്ല കേട്ടോ. ഏതായാലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-25 കൊല്ലമായിട്ടുണ്ടാവും കല്യാണം കഴിച്ചിട്ട്. ഒരു 25-30 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ ഷുഹൈബിന് തന്നെ 24 വയസ്സായില്ലേ? അപ്പൊ അതിന് മുമ്പ് കല്യാണം കഴിക്കണമല്ലോ. അപ്പോ 25 കൊല്ലം. അന്ന് മൂപ്പരെ കുറിച്ച് നടത്തിയ ഒരു അനുവാദ പ്രസംഗം എടുക്കുക. എന്നിട്ട് പറയാം, നമ്മളെ ഫൈസിനെ കുറിച്ച് ജലീൽ റഹ്മാൻ ആക്ഷേപം പറഞ്ഞു, എന്തേ കല്യാണം കഴിച്ചിക്കണമല്ലോ. അത് 25 കൊല്ലം മുമ്പ് അനുവാദ പ്രസംഗ എന്ന പോലെ 5 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു 3 ആഴ്ച മുമ്പ്. അതിപ്പോ ക്ലിപ്പ് ഇടാ. എന്നിട്ട് പറയാം 3 ആഴ്ച മുമ്പ് നടന്നു എന്ന് പറഞ്ഞു ഇല്ല. അപ്പൊ അതിന്റെ ബാക്കിലെ കുറെ പിത്തനക്കാരും. ഇങ്ങനെ ഒന്നുമല്ല ദീന് പറയാ. നീ എന്ത് കരുതിയിട്ടാ ഈ നാവ് പുറത്തു കിടുന്നത്? നിനക്കറിയില്ലേ ഇത് ശരിയല്ലാന്ന്? എടാ, സത്യം മനസ്സിലാക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ട് അന്വേഷിക്കണ്ടേ? ഈ എവിടെന്നെങ്കിലും മേടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ശൈത്താന്റെ ആളായി നിൽക്കണോ? ഇവിടെ വന്നാൽ തപ്പിയെ കിട്ടുന്ന സംഭവം പുറത്തു പറ്റി വിത്തന ഉണ്ടാക്കണോ? ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് അന്വേഷിച്ചൂടെ? എനിക്ക് ആരാ നിന്റെ മാറ് പിടിക്കുക? ആരും പിടിക്കൂല. പോയി അന്വേഷിച്ചൂടെ? ഞാൻ അത് പ്രമാണത്തിന് എതിരല്ലാത്തോണ്ടല്ലേ ഞാൻ പറയണത്. ഒരാളിപ്പോ എന്നോട് ഒന്ന് പറഞ്ഞു, പ്രമാണത്തിനെതിരെ ഒരു സ്വപ്നം പറഞ്ഞാൽ അല്ലെങ്കിൽ യക്കളത്തിൽ സംഭവിച്ച കാര്യം പറഞ്ഞാൽ ഞാനത് പറയില്ല. പ്രമാണത്തിനെതിരാണോ നോക്കും. പ്രമാണത്തിനെതിരല്ലെങ്കിൽ പറയാം. ഞാൻ ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ എന്തിനാരോ, ഇത് വാദപ്രയോഗത്തിന് വേണ്ടി പറയല്ല. എന്റെ പ്രസംഗം 2.5 മണിക്കൂർ ശംസുലിമയെ കുറിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പ്രസംഗം നിർത്തിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വാദപ്രയോഗത്തിന് പറയല്ല, തെളിയിക്കാൻ പറയല്ല, ഏറ്റുമുട്ടാൻ പറയല്ല. ഇത് പറയുന്നത് ശംസുലം എന്ന പേരിൽ ഫാത്തിഹ അധികരിപ്പിക്കുന്ന ആളുകൾക്കുള്ള പ്രോത്സാഹനത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. എന്നിട്ട് അതെടുത്തിട്ട് ക്ലിപ്പാക്കുക, എന്നിട്ട് അതിൽ കുറെ മായം ചേർത്തിട്ട് ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ പിരാന്ത് പറഞ്ഞ് നടക്കുക, എന്നിട്ട് അതിനൊക്കെ ദീനീ ഖിദ്മത്ത് എന്ന് പേരിടുക. ചെറുപ്പക്കാരാ, മരണം മറക്കണ്ട. അവിടെ ഈ ഔലിയാക്കളൊക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാനും വരുന്നതാണ്, നീയും വരുന്നതാണ്. കളവിന് വേണ്ടി മാത്രം പുറത്തേക്കെടുത്ത നിന്റെ നാക്കില്ലേ, ആ നാക്കിന് സീല് വരുന്നതാണ്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഇവിടെ കളവ് പറഞ്ഞ് പഠിച്ചവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും അതാ സീലടിച്ചു പോയി. സുതുക്ക് പറഞ്ഞ് പഠിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ ചെറുപ്പക്കാർക്കും ഒക്കെ അവസരം നൽകണേറപ്പോ. വലിയ മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകളാണ് പറഞ്ഞത്. വഫാത്തോടെ കറാമത്ത് മുറിയില്ല എന്ന കിതാബിലൊക്കെ മഹാന്മാർ പഠിപ്പിച്ചതാണ് ഞങ്ങൾ ഉൾക്കൊണ്ടത്. പറഞ്ഞത് തെളിവ് സഹിതമാണ്, പ്രൂഫ് സഹിതമാണ്. എന്നിട്ടും അനാശാസ്യമായി മഹാന്മാരുടെ വ്യക്തിത്വം അവമതിക്കാൻ
നീ സൽബോധം നൽകണേ റബ്ബേ. അല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാക്കണേ അല്ലാ. ഏതാനും പേര് ഈ കറുകത്തിരുത്തിൽ നിന്നും പുറത്തിരുന്നോ എന്തിനാണ് ഈയുടെ അടുത്ത് ഇറങ്ങി തിരിച്ചത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യം ഞാനിപ്പോൾ പറയുന്നില്ല, അതെനിക്കറിയാ. പക്ഷെ മോനെ നീ ഒന്ന് കേട്ടോ, ഞാനെന്നും പ്രസംഗിക്കൂല. പക്ഷെ നീ 2 കളി കളിച്ചാൽ എന്റെ ദാവത്ത് മുടക്കാൻ എനിക്ക് കഴിയൂല. ഓരോ പണ്ഡിതന്മാരെ കൊണ്ടും മുത്താലിമീങ്ങളെ കൊണ്ടോ ഇത്രകാലം പ്രസംഗിക്കണമെന്ന് പ്രബത്താളെ തീരുമാനിച്ചൊരു കണക്കുണ്ട്. അത് എത്ര കൊല്ലമാണോ? അതിനിടയിൽ ഞാൻ പലയിടത്തും പോയി പ്രസംഗിക്കും. നീ മുടക്കിയത് കൊണ്ട് മുടങ്ങൂല. അല്ല, നീ മുടക്കാതെ എന്നെ ജാക്കറ്റ് പൊട്ടിച്ച അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള കാലം കൂട്ടാ നിനക്ക് കഴിയൂല. ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത. റബ്ബ് നൽകിയത് മുടക്കുന്നവനില്ല, മുടക്കിയത് നൽകുന്നവനില്ല എന്ന് വിശ്വസിക്കുന്ന എന്നെ കൺഫ്യൂഷനാക്കാ, ഉറക്കം കടത്താ നിന്റെ വാട്സപ്പിന് കഴിയൂല, ഫേസ്ബുക്കിന് കഴിയൂല. പക്ഷേ ഞാൻ എനിക്കെതിരെ ദ്വാ ചെയ്യുന്നില്ല. റബ്ബേ, അവരെ ഞങ്ങളെ നീ ഹിദായത്തിന്റെ മാർഗത്തിലായി നിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെ ദഅവ നടത്താനുള്ള ഒരവസ്ഥയിലേക്ക് നീ മാറ്റിത്തരണേ അല്ലാ. ഞാൻ കിതാബുകൾക്ക് എതിരാവാത്ത വിധത്തിൽ ബോധ്യപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകളാണ് എണ്ണി പറഞ്ഞത് എന്ന് നിനക്കറിയാമല്ലോ അല്ലാ. എങ്ങനെയാണോ ആ കറാമത്ത് ഞാൻ വിശ്വസിക്കേണ്ടത്, ആ ലൈനിൽ തന്നെയാണ് ഞാൻ എടുത്തത്. അടുത്ത കാലത്ത് വഫാത്തായി പോയ മഹാന്മാരെ ഖുർആനിലുണ്ടാവൂല, ഹദീസിലുണ്ടാവൂല, പഴയകാല ഇമാമികളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവൂല. പിന്നീട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറയാം. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് തള്ളാം. എല്ലാവരും വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വിശാല മനസ്കതയിൽ വേണമെങ്കിൽ ആകാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് വരെ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വരാതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറിയിട്ട് ഫിത്നയും ഫസാദും നടത്തുന്ന നിഫാഖിന്റെ സ്വഭാവത്തിൽ ആവശ്യമില്ലാതെ